നേരം എന്നുമെന്നും എന്നുമെന്നും നീ ആരാധ്യനാം. ആരാധ്യനാം. നന്ദിയാൽ ഇരുമുന്നിലും തിരുമുന്നിലിന്നേരം നേരം എന്നുമെന്നും നീ എന്നുമെന്നും ആരാധ്യനാം. ആരാധ്യനാം. നീ പരിശുദ്ധൻ, പരിശുദ്ധൻ നീ എന്നും നീയെന്നും സ്തുത്യൻ. ദൈവമേ, നീ ദൈവമേ മാത്രം മാത്രം യോഗ്യനാം. യോഗ്യനാം. ആരാധനയും ആരാധനയും സ്തുതി സ്തുതിബഹുമാനവും ബഹുമാനവും സ്വീകരിപ്പാനും നീ സ്വീകരിക്കാനെന്നും അങ്ങ് യോഗ്യനാം. യോഗ്യനാം. ആരാധനയും ആരാധനയും സ്തുതി സ്തുതി ബഹുമാനവും ബഹുമാനവും സ്വീകരിക്കാനെന്നും സ്വീകരിക്കാനെന്നും നീ അങ്ങ് യോഗ്യനാം. യോഗ്യനാം. യേശുവേ നാഥ, കർത്തനാം രക്ഷകൻ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നു. വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും വണങ്ങും തിരുമുന്നിൽ ഇന്നേരം തിരുമുന്നിൽ എന്നുമെന്നും ആരാധ്യനാം. അങ്ങാരാധ്യനാം. നന്ദിയാൽ വണങ്ങും വണങ്ങും തിരുമുന്നിൽ ഇന്നേരം തിരുമുൻപിലിന്നേരം എന്നുമെന്നും എന്നുമെന്നും നീ അങ്ങാരാധ്യനാം. നീ അങ്ങ് പരിശുദ്ധൻ, നീ എന്നും പരിശുദ്ധൻ സ്തുത്യൻ. സ്തുത്യൻ. ദൈവമേ, നീ മാത്രം മാത്രം യോഗ്യനാം. ആരാധനയും ആരാധനയും സ്തുതി സ്തുതി ബഹുമാനവും ബഹുമാനവും സ്വീകരിക്കാനെന്നും സ്വീകരിക്കാനെന്നും നീ അങ്ങ് യോഗ്യനാം. യോഗ്യനാം. ആരാധനയും ആരാധനയും സ്തുതി സ്തുതി ബഹുമാനവും ബഹുമാനവും സ്വീകരിക്കാനെന്നും സ്വീകരിക്കാനും നീ യോഗ്യനാം. യോഗ്യനാം. പാവനാത്മാവേ, ആശ്വാസപ്രദൻ നീ, ആശ്വാസപ്രദനെ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നു. വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുന്നിൽ നേരം എന്നുമെന്നും എന്നുമെന്നും ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുന്നിൽ നേരം നേരം എന്നുമെന്നും നീ ആരാധ്യനാം. ആരാധ്യനാം. നീ അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ നീ എന്നും നീയെന്നും സ്തുത്യൻ. സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാം. യോഗ്യനാം. ആരാധനയും ആരാധനയും സ്തുതി സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും സ്വീകരിക്കാനെന്നും നീ അങ്ങ് യോഗ്യനാം. യോഗ്യനാം. ആരാധനയും ആരാധനയും സ്തുതി സ്തുതി ബഹുമാനവും ബഹുമാനവും സ്വീകരിക്കാനെന്നും സ്വീകരിക്കാനെന്നും നീ അങ്ങ് യോഗ്യനാം. നീ യോഗ്യനാം. എന്നും യോഗ്യൻ, യോഗ്യൻ നീ എന്നും യോഗ്യൻ. യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ, നീ യോഗ്യനാം. സ്തോത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം. നീ എന്നും എന്നും യോഗ്യൻ, യോഗ്യൻ. നീ നീ എന്നും എന്നും യോഗ്യൻ. യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടേ, നീ യോഗ്യനാം. സ്തോത്രം സ്തോത്രം സ്തുതി സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം. ആഹാഹാഹാ, ഹല്ലേലൂയാ. ആഹാഹാഹാ, ഹല്ലേലൂയാ. ആഹാഹാഹാ, ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നിൻ മഹാകൃപയ്ക്കായി അങ്ങ് ഞാൻ സ്തുതിച്ചിടുമെന്നും. ഹല്ലേലൂയ. നിൻ മഹാകൃപയ്ക്കായി അങ്ങ് ഞാൻ സ്തുതിച്ചിടുമെന്നും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും പുകഴ്ചയും സർവശക്തനായ ദൈവത്തിന് അവിടുത്തെ പ്രിയപുത്രനായ ക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. കൊളോസ്യ ലേഖനമാണ് നാം ധ്യാനിക്കുന്നത്.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താഴ്മ, വിനയം, എളിമ, ക്ഷമ ഈ ഗുണങ്ങളൊക്കെ നമ്മിലുണ്ടാക്കട്ടെ. 14 തൊട്ട് 3-ാം അധ്യായം. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടും ഇരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിക്കുവിൻ. ഇത്രയും വരെ കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം വരെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിക്കുവാൻ, സമ്പൂർണമായൊരു പഠനമല്ല, ഒരുവിധം ധ്യാനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് നമുക്ക് 16-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. സജീവ് ബ്രദർ വായിക്കാം. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഇതൊരു വലിയ വാക്യമാണ്. അനേക കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാഗമായി സാവകാശം നമുക്ക് ധ്യാനിക്കാം. കൊളോസ്യ 3:16 മറ്റൊരു പരിഭാഷയിൽ, പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ഇതേ വാക്യം കൊളോസ്യ ലേഖനം 3:16 NASBയിൽ ഇപ്രകാരമാണ്: ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് richly dwell within you, with all wisdom, teaching and admonishing one another, with psalms and hymns and spiritual songs, singing with thankfulness in your hearts to God. മനോഹരമായ ഒരു വാക്യം. ഈ വാക്യം ആരംഭിക്കുന്നത്, ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് റിച്ച്ലി ഡ്വെൽ വിതിൻ യു. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ഈ വാക്യത്തിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ ആദ്യമായി ധ്യാനിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വചനം സമൃദ്ധമായി നിങ്ങളിൽ വസിക്കട്ടെ. ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് റിച്ച്ലി ഡ്വെൽ വിതിൻ യു. ഹൃദയത്തിൽ വസിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ വസിക്കുവാൻ നാം ഹൃദയം തുറന്നു കൊടുക്കണം. കഠിനമായ പാറ പോലെ ഉറച്ച ദൈവത്തിൻ്റെ വചനത്തിന് മറുതലിച്ചു നിൽക്കുന്ന ഒരു ഹൃദയത്തിലേക്ക് ഈ വചനം എങ്ങനെ പ്രവേശിക്കും? ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് റിച്ച്ലി ഡ്വെൽ വിതിൻ യു. ഏത് വചനത്തെക്കുറിച്ചാണ് പറയുന്നത്? ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ വചനം. പഴയ നിയമം നമുക്ക് ആവശ്യമാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ ദൈവമാണ് സംസാരിച്ചത്. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു തന്നെ നേരിട്ട് സംസാരിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം പ്രവാചകന്മാരിലൂടെ ഭാഗമായിട്ടാണ് സംസാരിച്ചത് എന്ന് എബ്രായ ലേഖനം നമ്മോട് പറയുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ തന്നെ നേരിട്ട് സംസാരിച്ചിരിക്കുന്നു. ഈ ക്രിസ്തുവിൻ്റെ വചനം, ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്, അതെവിടെയാണ് നമുക്ക് ലഭിക്കുക? അതാണ് പുതിയ നിയമം, ന്യൂ ടെസ്റ്റമെൻറ്റ്. ആദ്യത്തെ 4 സുവിശേഷങ്ങൾ, അതിൽ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളുണ്ട്, ജീവിതമുണ്ട്, അത്ഭുതങ്ങളുണ്ട്, ക്രൂശ് മരണമുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ, ക്രിസ്തുവിൻ്റെ വചനം എപ്രകാരം അപ്പസ്തോലന്മാർ പ്രചരിപ്പിച്ചു, അതിനെക്കുറിച്ചുള്ള ചരിത്രം. തുടർന്ന് ലേഖനങ്ങൾ, ക്രിസ്തുവിൻ്റെ ആത്മാവ് അഥവാ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരിലൂടെ
സംസാരിച്ച ഉപദേശങ്ങളാണ് ലേഖനങ്ങൾ. നമ്മുടെ ആത്മീക വർധനയ്ക്ക്, ക്രിസ്തുവിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ലേഖനങ്ങൾ. ഒടുവിൽ വെളിപ്പാട്, അവിടെയും ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം സമൃദ്ധമായി നിങ്ങളിൽ വസിക്കട്ടെ. പഴയ നിയമത്തിലില്ലാത്ത പല കാര്യങ്ങളും ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്കാണ് ക്രിസ്ത്യാനി ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. പഴയ നിയമം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ വചനത്തെ ഒഴിവാക്കിക്കൊണ്ട്, പുതിയ നിയമത്തെ ഒഴിവാക്കിക്കൊണ്ട് പഴയ നിയമത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളുണ്ട്, ചർച്ചുകളുണ്ട്. ക്രിസ്തുവിൻ്റെ വചനം കാര്യമായി പഠിപ്പിക്കാത്ത, പുതിയ നിയമം കാര്യമായി പഠിപ്പിക്കാത്ത ചർച്ചുകളുണ്ട്. പക്ഷെ ഇവിടെ നാം അപ്പസ്തോലന്മാരിൽ നിന്ന് കേൾക്കുന്ന പ്രബോധനം ഇതാണ്. കൊളോസ്യ 3:16, ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? പൗലോസാണ് എഴുതിയിരിക്കുന്നത്. ഒരു കാലത്ത് ക്രിസ്തു വിരോധി, ക്രിസ്തുവിൻ്റെ വചനത്തിന് എതിരായി നിന്നവനും ഈ ക്രിസ്തുവിൻ്റെ വചനം വിശ്വസിച്ചവരെ ക്രൂരമായി പീഡിപ്പിച്ചവനും. എന്നാൽ ക്രിസ്തു ഇദ്ദേഹത്തോട്, പൗലോസിനോട് നേരിട്ട് സംസാരിച്ചു. അപ്പസ്തോലന്മാർക്ക് കർത്താവ് ഒരു ദൗത്യം കൊടുത്തിരുന്നു. അതെന്താണ്? മത്തായി 28:19 തൊട്ട്, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇത് ക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകിയ അന്ത്യകൽപ്പനയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം. അവരും ഇവരും എന്തോ പറഞ്ഞതല്ല, ഏതോ കിഴവിക്കഥകളല്ല. പിന്നെയോ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം. കൽപ്പിച്ചവ ഭാഗികമായിട്ടല്ല. പിന്നെയോ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. വെറുതെ അങ്ങ് ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കുകയല്ല. ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കത്തക്ക രീതിയിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. പൗലോസ് അപ്പസ്തോലനായിരുന്നു. അപ്പസ്തോലൻ്റെ ഡ്യൂട്ടി ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കുക, പ്രബോധിപ്പിക്കുക. കൊളോസ്യ 1:28, അദ്ദേഹം സകല മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാൻ പഠിപ്പിച്ചിരുന്നു, പ്രബോധിപ്പിച്ചിരുന്നു. ഈ കൊളോസ്യ സഭയിലെ വിശ്വാസികളോട് ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ ഐശ്വര്യമായി അഥവാ സമൃദ്ധമായി വസിക്കട്ടെ എന്ന് അപ്പസ്തോലൻ പറയുമ്പോൾ, ഈ അപ്പസ്തോലൻ നേരത്തെ തന്നെ ഈ ക്രിസ്തുവിൻ്റെ വചനം സമൃദ്ധമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ക്രിസ്തുവിൻ്റെ വചനത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പഠിപ്പിക്കാതെ ഇന്ന് പല സഭകളിലും എല്ലാ സൺഡേസിലും സങ്കീർത്തനങ്ങൾ മാത്രം വായിച്ച് പ്രബോധിപ്പിച്ച് ക്രിസ്തുവിൻ്റെ വചനത്തെ വിശ്വാസികളിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്ന ഒരു പതിവുണ്ട്. അഥവാ ക്രിസ്തുവിൻ്റെ വചനം പുതിയ നിയമം പഠിപ്പിച്ചാലും പേരിന് മാത്രം പഠിപ്പിക്കുന്ന ധാരാളം കൂട്ടായ്മകളുണ്ട്. എന്നാൽ അപ്പസ്തോലനായ പൗലോസ് അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം ഈ കൊളോസ്യ സഭയിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായമാണ് നാം പഠിക്കുന്നത്. 1-ാം അധ്യായത്തിൽ 28-ാം വാക്യം, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ. ആരെ? ക്രിസ്തുവിനെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. പ്രബോധിപ്പിക്കുക, പഠിപ്പിക്കുക, വചനത്തെ ആസ്പദമാക്കി. അത് പൗലോസ് ചെയ്തിരുന്നു. കൊളോസ്യ സഭയിലെ വിശ്വാസികൾക്ക് അവരുടെ ഇടയൻ പൗലോസ് ആയതുകൊണ്ട് സമൃദ്ധമായി വചനം ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് റിച്ച്ലി ഡ്വെൽ വിത്തിൻ യു. ഒരു സഭയിലെ വിശ്വാസികളോട്, പാസ്റ്റർ നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി വസിക്കട്ടെ എന്ന് പ്രബോധിപ്പിക്കുന്നതിന് മുമ്പ് ആ വിശ്വാസികൾക്ക് ഈ ക്രിസ്തുവിൻ്റെ വചനം ആ ശുശ്രൂഷകൻ തന്നെ സമൃദ്ധമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകണം.
പിന്നെ ഓരോ വിശ്വാസിയും ആ വചനത്തിൽ വളർന്നു വരേണ്ടത്, ക്രിസ്തു വന്ന തലയോളം വളരേണ്ടത് ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 23 തൊട്ട് നമുക്കറിയാം. ക്രിസ്തു പറയുകയാണ്, എൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. എൻ്റെ വചനം കേട്ട് അത് ചെയ്യാത്തവൻ മണൽപ്പുറത്ത് വീട് പണിത ഭോഷനായ മനുഷ്യന് തുല്യനാണ്. ഗിരിപ്രഭാഷണം 5, 6, 7 അധ്യായങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ് ക്രിസ്തു പ്രകാരം പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്. മോശ പറഞ്ഞു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്. അതാണ് ക്രിസ്തുവിൻ്റെ വചനം. ആ വചനമാണ് വിശ്വാസികളിൽ സമൃദ്ധമായി ഐശ്വര്യമായി വസിക്കേണ്ടത്. ക്രിസ്തു അപ്രകാരം പ്രബോധിപ്പിച്ചപ്പോൾ ജനാവലി അവിടുത്തെ പ്രബോധനത്തിൽ വിസ്മയിച്ചു പോയി. നിയമജ്ഞരെ പോലെ, ശാസ്ത്രിമാരെ പോലെയല്ല പഠിപ്പിച്ചത്. ദൈവപുത്രൻ വചനം തന്നെയായവൻ വചനം പ്രബോധിപ്പിച്ചപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു പ്രബോധനം അവർ കേട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ വചനം നമ്മിൽ ഐശ്വര്യമായി വസിക്കണം. അതിനായി ഹൃദയം തുറക്കണം, തിരുവചനം വായിക്കണം, ധ്യാനിക്കണം, സമയം കണ്ടെത്തണം. കർത്താവിനോട് പാപം ചെയ്യാതിരിക്കുവാൻ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. കൊളോസ്യ 3:16 നാം ധ്യാനിക്കുന്നത്. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് റിച്ച്ലി ഡ്വെൽ വിതിൻ യു. നിങ്ങളിൽ വസിക്കട്ടെ. ഒരു ഗസ്റ്റായി, അതിഥിയായി വചനം നിങ്ങളിൽ വസിക്കട്ടെ എന്നല്ല. ഒരു അതിഥി വീട്ടിലേക്ക് വരുന്നു, 2-3 മണിക്കൂർ അവിടെ ഇരിക്കുന്നു, അതിഥി പോകുന്നു. എന്നാൽ ആ വീട്ടിൽ വസിക്കുന്നവർ എങ്ങോട്ടും പോകുന്നില്ല. ഇതുപോലെ ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് റിച്ച്ലി ഡ്വെൽ വിതിൻ യു. ചിലർ വചനം കേൾക്കുന്നുണ്ട്. ഒരു നല്ല പ്രസംഗം, വചനപ്രസംഗം കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്, പോയിന്റുകൾ കുറിച്ച് വയ്ക്കും. അത് ആവശ്യമാണ്, നല്ലതാണ്. പക്ഷേ പലപ്പോഴും ആ കേൾക്കുന്ന സമയത്ത് മാത്രമാണ് ആവേശം. 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് എന്താണ് കേട്ടതെന്ന് ചോദിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു വാക്യം പോലും ഇല്ല. എല്ലാവരുടെയും കാര്യമല്ല. അവർ വചനം ഒരു അതിഥിയെ പോലെ വചനത്തെ കാണുന്നു. ഹൃദയത്തിൽ അവർ ആ സമയത്ത് താല്പര്യത്തോടെ സ്വീകരിക്കുന്നു. പക്ഷേ വചനം വന്നു വസിക്കുന്ന അവസ്ഥയില്ല. ഏത് സമയത്തും ഹൃദയത്തിൽ വചനം. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ മാത്രമല്ല വചനത്തോട് താല്പര്യം, ആരും പ്രസംഗിക്കാനില്ലാത്തപ്പോഴും. ഇനി ബൈബിൾ തന്നെ നമുക്ക് എപ്പോഴും വായിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഹൃദയത്തിൽ വചനം വസിക്കുകയാണെങ്കിൽ ഏത് സമയത്തും നമുക്ക് വചനം ധ്യാനിക്കുവാൻ, അതിൻ്റെ മാധുര്യം നുണയുവാൻ കഴിയും. സത്യവേദ പുസ്തകത്തിൽ കൊളോസ്യ 3:16 അവസാനമാണ് ഈ ഭാഗം. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി എന്ന് പറഞ്ഞാൽ റിച്ച്ലി, സമൃദ്ധമായി. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം പുതിയ നിയമത്തിലുണ്ട്. ഒരിക്കൽ ഒരു ചർച്ചിൽ ഒരു പ്രബോധകൻ ചോദിച്ചു, ഈ ചർച്ചിൽ 4 സുവിശേഷങ്ങൾ വായിച്ചവർ എത്ര പേരുണ്ട്? വളരെ ചുരുക്കം പേർ മാത്രമേ കൈ പൊക്കിയുള്ളൂ. കാരണം എല്ലാ ഞായറാഴ്ചയും ആ ചർച്ചിൽ സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുന്നു, ദൈവം നമ്മോട് സങ്കീർത്തനത്തിലൂടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് പുതിയ നിയമത്തെ മിക്കവാറും ഒഴിവാക്കുകയാണ് പതിവ്. 4 സുവിശേഷങ്ങൾ പഠിപ്പിക്കാറില്ല, അപ്പസ്തോല പ്രവർത്തനങ്ങൾ ക്രമമായി പഠിപ്പിക്കാറില്ല, ലേഖനങ്ങൾ ക്രമമായി പഠിപ്പിക്കാറില്ല. വെളിപ്പാട് പുസ്തകത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. അങ്ങനെയുള്ളൊരു സഭയിലെ വിശ്വാസികൾക്ക് ഈ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യമൊന്നും അറിയുകയില്ല. അവർക്ക് കഷ്ടത മാറണം, പ്രശ്നങ്ങൾ മാറണം, ബുദ്ധിമുട്ട് മാറണം, പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും വിടുതൽ അനുഭവിക്കണം എന്നുള്ള ചിന്ത. അതിന് വിശ്വാസികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പസ്തോലനായ പൗലോസ്
ഈ കൊളോസ്യ സഭയിലെ വിശ്വാസികളെ ആദ്യം തന്നെ വചനത്തിൽ അവരെ ഉറപ്പിച്ചിരുന്നു. അവർക്ക് വേണ്ട പ്രബോധനവും വചന പഠനവും നൽകിയിരുന്നു. അയ്യോ, ഞങ്ങൾ കേട്ടില്ല, അറിഞ്ഞില്ല, പാസ്റ്റർ ഒന്നും ഞങ്ങളെ പഠിപ്പിച്ചില്ല, അങ്ങനെ പറയുവാൻ ഇവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനമൊന്നും ആരും പറഞ്ഞു തന്നില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് പല ചർച്ചുകളിലും വിശ്വാസികൾക്ക് പറയാൻ പറ്റും, പാസ്റ്റർ ഒരിക്കലും 4 സുവിശേഷത്തെ ആസ്പദമാക്കി ക്രമമായി പഠിപ്പിച്ചിട്ടില്ല, ഒരു ലേഖനം പോലും പൗലോസിൻ്റെ മുഴുവനായി പഠിപ്പിച്ചിട്ടില്ല. അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. യോഹന്നാൻ 5-ാം അധ്യായം 39 തൊട്ട് വായിക്കുന്നു. സജീവ് വായിക്കാം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾ മനസ്സില്ല. യോഹന്നാൻ 5-ാം അധ്യായം 39 തൊട്ട്. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും അത് ചെയ്തിരുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, വെറുതെ വായിക്കുകയല്ല. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ആ വിചാരം ശരിയാണ്. തിരുവചനത്തിൽ നിത്യജീവനുണ്ട്, അത് ദൈവത്തിൻ്റെ വചനമാണ്. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷി നൽകുന്നത്. ആ പരീശന്മാർ ശാസ്ത്രിമാർ പഠിച്ച പഴയ നിയമത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. വചനം പഠിക്കുന്ന വ്യക്തി വാസ്തവത്തിൽ ക്രിസ്തുവുമായി ആഴമായ സ്നേഹബന്ധത്തിൽ എത്തേണ്ടതാണ്. ഇവിടെ പരീശന്മാർ വചനം പഠിക്കും, പക്ഷേ വചനം തന്നെയായ ക്രിസ്തുവിനെ അവർ അകറ്റി നിർത്തി. ക്രിസ്തുവിൻ്റെ ശിഷ്യരായി അവർ മാറിയില്ല. എന്തായാലും വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ലോകത്തിൽ എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്, അത് പഠിച്ചാലൊന്നും നിത്യജീവൻ കിട്ടില്ല. നമ്മൾ 1-ാം ക്ലാസ് തൊട്ട് SSLC വരെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി വരെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ എത്രയോ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. അതിലെ എത്രയോ വരികളൊക്കെ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ എല്ലാം പഠിച്ചാലും നിത്യജീവൻ നമുക്ക് കിട്ടില്ല. അതിലൊന്നും നിത്യജീവനില്ല. നിത്യജീവൻ ഒരേ ഒരു ഗ്രന്ഥത്തിൽ മാത്രം. ലോകത്തിൽ കോടിക്കണക്കിന് പുസ്തകങ്ങളുണ്ട്, എന്നാൽ ഒരു ഗ്രന്ഥത്തിൽ മാത്രമാണ് നിത്യജീവനുള്ളത്. ആ ഗ്രന്ഥത്തെ വിളിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ നിറഞ്ഞ പുസ്തകം എന്നാണ്. വിശുദ്ധ സത്യവേദ പുസ്തകം, അത് ദൈവത്തിൻ്റെ വചനമാണ്. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പുതിയ നിയമ ക്രിസ്ത്യാനികൾ, അവരിൽ വചനം സമൃദ്ധമായി വസിക്കണമെങ്കിൽ, പേരിന് ഒരു പ്രസംഗം കേട്ടു, നല്ല പ്രസംഗം എന്ന് പറഞ്ഞു പോകുന്ന കാര്യമല്ല. വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. അതിനെന്ത് ചെയ്യണം? 2 തിമോത്തി 3-ാം അധ്യായം 14 തൊട്ട്. 2 തിമോത്തി 3-ാം അധ്യായം 14 തൊട്ട്. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. തിമോത്തിയോസിന്, തൻ്റെ അരുമ ശിഷ്യന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്, നീ പഠിച്ചിട്ടുള്ളതും. വെറുതെ വായിക്കുന്നതിനെ പഠിക്കുക എന്ന് പറയാൻ പറ്റില്ല. നീ പഠിച്ചിട്ടുള്ളതും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ ബാല്യം മുതൽ നീ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. കേവലം വായിക്കുന്ന കാര്യമല്ല, വായിക്കേണ്ടത് ആവശ്യമാണ്. വായിക്കുക പഠനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം, അഥവാ തിരുവെഴുത്ത്, ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. പൗലോസ് പറയുന്ന ഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വചനം സമൃദ്ധമായി നിങ്ങളിൽ വസിക്കട്ടെ. ഒരു കൊച്ചു വചനമാണെങ്കിലും
അതിപ്രാധാന്യതയുള്ള ഒരു വാക്യമാണ് ഇത്. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ ഐശ്വര്യമായി അഥവാ സമൃദ്ധമായി വസിക്കട്ടെ. അതിന് ഹൃദയം നമ്മളാണ് തുറന്നു കൊടുക്കേണ്ടത്. ആ വചനം വസിക്കണമെങ്കിൽ ഈ വചനം വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം. എബ്രായ ലേഖനം 4:12 തൊട്ട്, എബ്രായ 4:12 തൊട്ട്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ഇത് സന്ധിബദ്ധങ്ങളെ വിടുവിക്കും വരെ തുളച്ചു ചെല്ലും. ആ വചനത്തോട് നാം സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്താണ്? ഈ വചനം സമൃദ്ധമായി, അല്പമായി നമ്മുടെ ഹൃദയത്തിൽ വചനമൊക്കെ ഉണ്ട്. പലതവണ കേൾക്കുന്നു, ബൈബിൾ വായിക്കുന്നു. അല്പമായി ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കട്ടെ എന്നല്ല വാക്യം. പിന്നെയോ ക്രിസ്തുവിൻ്റെ വചനം സമൃദ്ധമായി നിങ്ങളിൽ വസിക്കട്ടെ. ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് റിച്ച്ലി ഡ്വെൽ വിതിൻ യു. അത് നമ്മുടെ ഉള്ളിലുണ്ടോ? നേരത്തെ ചോദിച്ചല്ലോ ഒരു ചർച്ചിലെ വിശ്വാസികളോട്, 4 സുവിശേഷങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവർ സ്നാനപ്പെട്ടവരാണ്. കുറച്ചു പേർ മാത്രമാണ് കൈ ഉയർത്തിയത്. അപ്പോൾ ആ ചർച്ചിലെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം ക്രിസ്തുവിൻ്റെ വചനം സമൃദ്ധമായി വസിക്കുന്നുണ്ട്? അവർ എല്ലാ ഞായറാഴ്ചയും പ്രസംഗം കേൾക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്കും പ്രസംഗമുണ്ട്. വെള്ളിയാഴ്ച പ്രധാനമായിട്ട് എന്താണ് കേൾക്കുക? വിടുതലാണ്, പ്രശ്നപരിഹാരമാണ്. ഞായറാഴ്ച എന്താണ് പ്രധാനമായിട്ടും കേൾക്കുക? സങ്കീർത്തനം വായിച്ചിട്ടുള്ള പ്രബോധനമാണ്. ക്രിസ്തുവിൻ്റെ വചനത്തെ ഏതാണ്ട് മനഃപൂർവമായി, ഒരുപക്ഷെ മനഃപൂർവ്വമായിരിക്കുകയില്ല, അവഗണിക്കുന്ന ഒരവസ്ഥ ഇന്ന് ധാരാളം സഭകളിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സഭകളിലെ വിശ്വാസികളുടെ ഹൃദയം പൊളിച്ചു നോക്കിയാൽ ഈ ക്രിസ്തുവിൻ്റെ വചനത്തിന് അവിടെ എത്രത്തോളം സ്ഥാനമുണ്ടായിരിക്കും? വെളിപ്പാട് 19-ാം അധ്യായം 10-ാം വാക്യം. അതിനു മുമ്പ് കൊളോസ്യ ലേഖനം 2:8 വായിക്കുകയാണ്. കൊളോസ്യ ലേഖനം 2:8 ഒരാൾക്കൊന്ന് കിട്ടിയ വായിക്കാം. കൊളോസ്യ ലേഖനം 2:8. ഓക്കെ, ഞാൻ തന്നെ കൊളോസ്യ ലേഖനം 2:8 തൊട്ട് വായിക്കുന്നു. കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ചില ദുരുപദേശകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസികൾക്കിടയിൽ എങ്ങനെയോ നുഴഞ്ഞു കയറി അവർക്ക് ക്രിസ്തുവിൻ്റെ മായമില്ലാത്ത വചനം നൽകേണ്ടതിന് പകരം ദുരുപദേശങ്ങൾ നൽകുക. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ സമൃദ്ധമായി വസിക്കേണ്ടത് എന്താണ്? ക്രിസ്തുവിൻ്റെ വചനമാണ്. എന്നാൽ ഇവിടെ ഇതാ, ഒരുപക്ഷെ പൗലോസിൻ്റെ അഭാവത്തിലായിരിക്കാം, ചിലർ ഞങ്ങൾ വലിയ ജ്ഞാനികളാണ്, ഞങ്ങൾ പറയുന്നത് വലിയ വിജ്ഞാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനത്തിന് പകരം മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച ചില ആശയങ്ങൾ, ലീഗലിസം പ്രചരിപ്പിച്ചിരുന്നു. അറിവില്ലാത്ത ചില വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ വചനത്തിന് പകരം, അറിവില്ലാത്ത ചില വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ വചനത്തിന് പകരം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു വെച്ചത് എന്താണ്? ഈ ദുരുപദേശകന്മാരുടെ ചില ഉപദേശങ്ങളാണ്. അക്കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് കൊളോസ്യ ലേഖനം 2:8 തൊട്ട്. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ വെറും മനുഷ്യനെയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നുകളെ സൂക്ഷിപ്പേ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല. ഓക്കെ,
കൊളോസ്യ ലേഖനം 2:8 തൊട്ട്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അങ്ങനെ ശ്രമിക്കുന്നവരുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ വചനത്തിന് പകരം തത്വജ്ഞാനം, അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അവർ ക്രിസ്തുവിൻ്റെ വചനമല്ല. പിന്നെയോ കേൾക്കുമ്പോൾ ഭയങ്കര ജ്ഞാനം. അതിനെക്കുറിച്ച് വീണ്ടും 16 തൊട്ട് വായിക്കുമ്പോൾ, അതുകൊണ്ട് കൊളോസ്യ ലേഖനം 2 നിന്നാണ് വായിക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലും ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരാനിരുന്നവയുടെ നിഴലത്രേ. ഇനി 20 തൊട്ട്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? വലിയ കർശനമായ ചില മതനിയമങ്ങൾ, പിടിക്കരുത്, രുചിക്കരുത്, ലീഗലിസം. കേൾക്കുമ്പോൾ ഭയങ്കര തത്വജ്ഞാനമാണെന്ന് തോന്നും. പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്താണ്? 23-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ക്രിസ്തുവിൻ്റെ വചനം സമൃദ്ധമായി വസിക്കുന്ന ഹൃദയം, ആ വിശ്വാസികൾക്ക് ജഡാഭിലാഷത്തെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ക്രിസ്തുവിൻ്റെ വചനത്തിന് പകരമായി തത്വജ്ഞാനം, വ്യർത്ഥമായ പാരമ്പര്യം, ലീഗലിസം, അതൊക്കെയാണ് വിശ്വാസികൾക്ക് കൊടുക്കുന്നതെങ്കിൽ അവരുടെ ഹൃദയത്തിൽ എങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം സമൃദ്ധമായി വസിക്കും? ഇന്ന് ചില ചർച്ചുകളിൽ വ്യാജ പ്രവചനമുണ്ട്, പ്രോസ്പെരിറ്റി ഗോസ്പലുണ്ട്. ക്രിസ്തുവിൻ്റെ വചനത്തെ ഒഴിവാക്കി വേറെ പല കാര്യങ്ങളും ഇത് ഭയങ്കര വിജ്ഞാനമാണ് എന്ന രീതിയിൽ വിളമ്പിക്കൊടുക്കുന്ന അവസ്ഥകളൊക്കെയുണ്ട്. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ വചനം സമൃദ്ധമായി നിങ്ങളിൽ വസിക്കട്ടെ. ഈ തത്വജ്ഞാനം, വചനവിരുദ്ധമായ ചില ആശയങ്ങൾ, അതെത്ര തന്നെ കേട്ടാലും ആർക്കും വീണ്ടും ജനനം കൊടുക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ വചനമാണ് ഒരുവന് വീണ്ടും ജനനം കൊടുക്കുന്നത്. അതേ വചനം തന്നെയാണ് അവനെ ആത്മീയമായി വളർത്തുന്നത്. അതുകൊണ്ട് 1 പത്രോസ് 1-ാം അധ്യായം സജി ബ്രദർ വായിക്കും, 23 തൊട്ട് 25 വരെ. 1 പത്രോസ്. കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ തീർന്നുപോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ഈ കൊളോസ്യ സഭയിലെ വിശ്വാസികൾ വീണ്ടും ജനിച്ചവരാണ്. സത്യത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിച്ചവർ. വീണ്ടും ജനിച്ചവരുടെ ഹൃദയത്തിൽ എന്താണ് നിറഞ്ഞിരിക്കേണ്ടത്? സത്യവചനത്താൽ വീണ്ടും ജനിച്ചവരുടെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ വചനം തന്നെയാണ് നിറഞ്ഞ് കവിയേണ്ടത്, അല്ലാതെ അതിന് വിരുദ്ധമായ കാര്യങ്ങളല്ല. 1 പത്രോസ് 1:23 തൊട്ട്. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. എന്തെന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്. അവരുടെ മഹിമ പുല്ലിൻ്റെ പൂവിന് തുല്യവും. പുൽക്കൊടികൾ വാടിക്കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. വേറെ കെട്ടുകഥകളല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. ഈ സത്യത്തിൻ്റെ വചനമായ സുവിശേഷം ആര് കേൾക്കുന്നു, എന്നിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുന്നു, അവർക്ക് വീണ്ടും ജനനം ഉണ്ടാകും. അല്ലാതെ മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച കണ്ടുപിടുത്തങ്ങളും വചനവിരുദ്ധങ്ങളായ വ്യാഖ്യാനങ്ങളും ക്രിസ്തു കൽപ്പിക്കാത്ത, ബൈബിളിൽ കാണാത്ത കൊന്തയോ അതുപോലെ തന്നെ പ്രതിമാ വണക്കമോ അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ജനനം തരുമെന്ന് ബൈബിൾ ഒരിടത്തും പറയുന്നില്ല.
നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് സജീവമായ ദൈവവചനത്തിൽ നിന്നാണ്. വേറെ ഈ വചനം ഒഴിവാക്കി വേറെ എന്ത് വിശ്വാസികൾക്ക് നൽകിയാലും വീണ്ടും ജനനവുമില്ല, ആത്മീയ വളർച്ചയും അവിടെയില്ല. കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നു. കൊളോസ്യ ലേഖനം 2:6 തൊട്ട് വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. ഈ കൊളോസ്യ സഭയിലെ വിശ്വാസികൾ ഒരു കാലത്ത് ക്രിസ്തുവിൻ്റെ വചനം എന്താണെന്ന് അറിയാത്തവരായിരുന്നു. അവർ ക്രിസ്തുവിൻ്റെ വചനം സുവിശേഷം കേട്ടു, രക്ഷയിലേക്ക് വന്നു. ഇനി ഇവർ ഉറച്ചു നിൽക്കണമെങ്കിൽ പ്രതിസന്ധികളുടെ, പ്രലോഭനങ്ങളുടെ, സുവിശേഷ വിരോധികളുടെ ഉപദ്രവങ്ങൾ, സാത്താൻ്റെ പോരാട്ടം, ഇവയ്ക്കൊന്നും വഴിപ്പെടാതെ ഉറച്ചു നിൽക്കണമെങ്കിൽ ഇവരുടെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ വചനം അല്പമായി ഉണ്ടായാൽ പോരാ. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. കർത്താവായ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു. ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുക, ക്രിസ്തുവിൽ വേരൂന്നുക, ആത്മീക വർധന പ്രാപിക്കുക. അതിന് വചനം ഐശ്വര്യമായി ഹൃദയത്തിൽ വസിക്കണം. ഒരുവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ള വ്യക്തിയിൽ വചനം വസിക്കുകയില്ല. അവൻ ബൈബിൾ വായിക്കുന്നുണ്ടാകും, നല്ല കാര്യമാണ്. ഈ കൊളോസ്യ സഭയിലെ വിശ്വാസികൾ സുവിശേഷം കേട്ടു, രക്ഷിക്കപ്പെട്ടു. യേശുവിന് വേണ്ടി അവരുടെ ഹൃദയം തുറന്നു കൊടുത്തു. അപ്പോൾ എന്താണ് ക്രിസ്തു ചെയ്തത്? ഇതാ ഞാൻ വാതിലിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ഹൃദയം തുറന്നാൽ ക്രിസ്തു അവൻ്റെ ഉള്ളിലേക്ക് വരും. ഒരു ഗസ്റ്റായിട്ടല്ല വരുന്നത്. കൊളോസ്യ 1:28 നമ്മൾ പഠിച്ചതാണ്. ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. ഇവർ ക്രിസ്തുവിൻ്റെ വചനം കേട്ടു, രക്ഷിക്കപ്പെട്ടു, ഹൃദയം കർത്താവിനായി തുറന്നു. അപ്പോൾ കൊളോസ്യ സഭയിലെ വിശ്വാസികളുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട്. ക്രിസ്തു വസിക്കുന്നവർക്ക് വചനത്തെ ഒഴിവാക്കാൻ പറ്റില്ല. ക്രിസ്തുവിനെയും വചനത്തെയും നമുക്ക് വേർപിരിക്കാനായി സാധിക്കില്ല. കൊളോസ്യ ലേഖനം 3 വചനം. ഓക്കെ. ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് റിച്ച്ലി ഡ്വെൽ വിത്തിൻ യു. പഴയ നിയമത്തിലും ദൈവം ആവർത്തിച്ച് പറഞ്ഞിരുന്നു, എൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. വചനം ഹൃദയത്തിൽ വസിക്കണം. അക്കാര്യത്തെക്കുറിച്ച് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആവർത്തനം 11:18. ആകയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ. എന്താണ് ചെയ്യേണ്ടത്? ആകയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ. അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവിൻ. ഹൃദയത്തിലും വചനം, ശരീരത്തിൻ്റെ പുറത്തു പോലും വചനം. സങ്കീർത്തനങ്ങൾ 37:31. ദൈവത്തിൻ്റെ നിയമം അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു, അവൻ്റെ കാലടികൾ വഴുതുന്നില്ല. വചനം ഹൃദയത്തിൽ കുടികൊള്ളുക, അതിനെയാണ് വചനം വസിക്കുക
നിങ്ങളിൽ വചനം വസിക്കട്ടെ. അവരുടെ ഹൃദയത്തിൽ വചനം വസിക്കുന്നു. സദൃശവാക്യങ്ങൾ യോശുവയുടെ പുസ്തകം 1:8, യോശുവ 1:8. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ബ്രദർ, സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 20 തൊട്ട് വായിക്കാം. സദൃശവാക്യങ്ങൾ 4:20 തൊട്ട്. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 20 തൊട്ട്. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. പലരും വേണ്ടാത്ത പല കാര്യങ്ങളും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. വേണ്ടാത്ത ചിന്തകൾ, വേണ്ടാത്ത പദ്ധതികൾ, ആഗ്രഹങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. പക്ഷെ ഒരു ദൈവ പൈതൽ ഹൃദയത്തിൽ എന്താണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ, ഹൃദയത്തിൽ വചനം വസിക്കുന്നുവെങ്കിൽ എളുപ്പം പാപത്തെ കീഴടക്കാൻ പറ്റും. 119-ാം സങ്കീർത്തനം 11-ാം വാക്യം, 119:11. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു വ്യക്തിക്കറിയാം, ഈ വഴിയിലൂടെ പോകരുത്, അത് ദൈവം വിലക്കിയിട്ടുള്ള വഴിയാണ്. അങ്ങോട്ട് നോക്കരുത്, അത് ദൈവത്തിൻ്റെ വചനം വിലക്കിയിരിക്കുന്നു. ആ കാര്യത്തിൽ ഇടപെടരുത്, ദൈവത്തിൻ്റെ വചനം വിലക്കിയ കാര്യമാണ്. ഇത് ചെയ്യുക, ഇത് ദൈവത്തിൻ്റെ വചനം അനുവദിക്കുന്ന കാര്യമാണ്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലൂടെ പോവുക. നിന്റെ നയനങ്ങൾ നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ഒരു 5 മിനിറ്റ് സമയം നമുക്ക് കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കാം. അതിനുശേഷം വീണ്ടും തിരുവചന ധ്യാനത്തിലേക്ക് വരാം. ഹല്ലേലൂയ. സ്നേഹവാനായ കർത്താവേ, ഞങ്ങൾ നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, നന്ദി പിതാവേ, നന്ദി. ഓരോ ദിവസവും ഞങ്ങൾ കർത്താവേ വാത്സല്യത്തോട് നടത്തുന്ന സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചത് ഓർത്ത് ഞങ്ങളോട് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഞങ്ങളോട് സംസാരിക്കുന്നത് ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവന്റെ വചനം ഞങ്ങൾക്ക് വലിയ സ്നേഹത്തിനായിട്ട് ഞങ്ങളെ നന്ദി പിതാവേ. ഞങ്ങളുടെ വചനത്തിനോട് കർത്താവേ താല്പര്യം തന്നോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനത്തിനകത്ത് അർത്ഥമുണ്ട്, കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നതിനോട് ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. കർത്താവേ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷകനായിട്ട് കർത്താവേ പിതാവിന്റെ ഹിതം ചെയ്യുവാനായിട്ട് വെച്ച് തന്നെത്താൻ ഒഴിച്ച് ദോഷം നിറഞ്ഞ ലോകത്തിലേക്ക് അഹങ്കാരികളുമായ ഞങ്ങളുടെ ഇടയിലേക്ക് ദീർഘക്ഷമയോട് ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ മേൽ മനസ്സിലൂടെ വസിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉപദേശങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കി ഞങ്ങളുടെ ഇഷ്ടാരൂപിയെ സുഹൃത്താക്കി ഞങ്ങളുടെ
ഹൃദയങ്ങളിലുള്ള ഭാരങ്ങൾ, കാറ്റ്, ഓളങ്ങൾ, അതിനെ കർത്താവ് ശാസിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ച ഞങ്ങളുടെ ആത്മാക്കളെ കർത്താവ് അങ്ങയുടെ വചനം കൊണ്ട് ജീവിപ്പിച്ചത് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ സ്തുതികളാൽ മറക്കരുത്. ഹല്ലേലൂയ. കന്യകയിലെ പോലെ കർത്താവേ ഞങ്ങളെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും സ്വച്ഛമായ വെള്ളത്തിനരികിലേക്ക് നടത്തുന്നത് ഞങ്ങളെ സ്തുതിക്കുന്നു. അങ്ങയുടെ ശരീരമായ പിതാവിനെ മുറിച്ചതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പിതാവിലേക്ക് ഞങ്ങൾക്ക് ഏത് സമയവും അടുത്ത് ചെല്ലുവാനായിട്ടുള്ള പ്രാഗൽഭ്യം അങ്ങ് മൂലം ഞങ്ങൾക്ക് ഉണ്ടായത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. അവസാനത്തെ രക്തപ്പോട്ട് ഒഴുക്കി തന്ന് ഞങ്ങളെ രക്ഷിച്ചതോർത്ത്, ഞങ്ങളെ സ്നേഹിച്ചതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ കഴിയതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇപ്പോഴും ഇല്ലാതെ പാപം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ സന്നിധിയോട് വീണ്ടും കഴികൾ പ്രാപിക്കാവുന്ന ആ ഭാഗ്യാവസ്ഥ തന്ന് ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ആശ്വസിപ്പിച്ച് സർവ്വസത്യങ്ങളിലും ഞങ്ങളെ വഴി നടത്തുന്നത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇതല്ല ഞങ്ങളുടെ കർത്താവേ രാജ്യം, ഞങ്ങളുടെ പൗരത്വം ഇവിടെയല്ല. മകനെ, മകളെ എന്ന് പറഞ്ഞ് ഞങ്ങളെ നടത്തുന്ന പരിശുദ്ധാത്മാവെ അങ്ങേ സ്തുതിക്കുന്നു. കാണുന്നത് ഹല്ലേലൂയ താൽക്കാലികമാണ്, കാണാത്തതാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കാണിക്കുന്ന ഈ വലിയ ദയക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ദൈവമേ സ്തോത്രം. ഒരു കണ്ണിനും മനസ്സിലായിരുന്ന സമയത്ത്, മനസ്സലിവ് തോന്നാൻ സമയത്ത് അങ്ങയുടെ ദയ ഞങ്ങളെ തേടിയെത്തുന്നതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, വൃതപ്രായരായി കിടന്ന ഞങ്ങളെ ദൈവമേ അങ്ങ് തേടി വന്നു. അങ്ങ് ഞങ്ങളുടെ മുറിവ് കെട്ടി ഞങ്ങളെ കർത്താവെ ശുശ്രൂഷിച്ചു. അങ്ങയുടെ മകനാക്കി, അങ്ങയുടെ മകളാക്കിയതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. പിതാവേ, അങ്ങയെ മാത്രം സ്നേഹിച്ച് ദൈവമേ സഹായത്തിനാരുമില്ലാത്തപ്പോൾ സഹായിച്ച അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ശിഷ്ടായുസ് കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ നാൾക്ക് നാൾ അറിയുവാനായിട്ട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തുവിന്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമൃദ്ധമായിട്ട് വീണ്ടും നമുക്ക് തിരുവചനധ്യാനത്തിലേക്ക് വരാം. ആവർത്തനം 6:6 തൊട്ട് വായിക്കാം. ഇന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. അവയെ നിന്റെ വീട്ടിന്റെ കട്ടിൽമേൽമേലും പടിവാതിൽമേലും എഴുതണം. കൊളോസിയ 3-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് Let the word of Christ richly dwell within you. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കുമാറാകട്ടെ. പഴയ നിയമത്തിലും അപ്രകാരം തന്നെയാണ്. ആവർത്തന പുസ്തകം 6 തൊട്ട്. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം.
അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പല വീടുകളിലും ദൈവത്തിൻ്റെ വചനം മതിലിന്മേലും മറ്റും എഴുതി വച്ചിരുന്നു. ഇപ്പോൾ ആ പതിവ് വളരെ കുറഞ്ഞു. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. അത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഒരു കൽപ്പനയായിരുന്നു. വചനം ഹൃദയത്തിൽ വസിക്കുന്ന വീട്ടിലും വചനം. 1 പത്രോസ് 2-ാം അധ്യായം 1 തൊട്ട്. സങ്കീർത്തനങ്ങൾ 40-8. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. അങ്ങയുടെ വചനം അഥവാ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. വചന ഹൃദയത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ താല്പര്യം എന്താണ്? എൻ്റെ ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. വചനം ഹൃദയത്തിലുള്ള വ്യക്തിക്ക് ദൈവഹിതം നിറവേറ്റുന്നതാണ് സന്തോഷം. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. വചനത്തിന് വേണ്ടിയുള്ളൊരു ദാഹം ഉണ്ടെങ്കിൽ വചനം നമ്മുടെ ഹൃദയത്തിൽ വന്നു വസിക്കും. നമ്മൾ അതിന് ഹൃദയ കവാടങ്ങൾ തുറന്നു കൊടുക്കണം. ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് റിച്ച്ലി ഡ്വെൽ വിത്തിൻ യു. ദൈവമേ, എൻ്റെ ആഗ്രഹം ഇതാണ്, അങ്ങയുടെ വചനം സമൃദ്ധമായി എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കട്ടെ, അല്പമായിട്ടല്ല. അതിനായി ആർത്തിയോടെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ആ വചനപ്രകാരം ജീവിക്കുവാൻ ശുഷ്കാന്തി ഉണ്ടെങ്കിൽ തീർച്ചയായും വചനം ഐശ്വര്യമായി നമ്മിൽ വസിക്കും. 1 പത്രോസ് 2-ാം അധ്യായം 1 തൊട്ട്. നിങ്ങളെല്ലാ തിന്മയും വഞ്ചനയും കാപഢ്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി, ഈ പാല് വചനമെന്ന മായമില്ലാത്ത പാലാണ്, ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ. ഈ വചനം തേനിലും തേൻകട്ടയേക്കാളും മധുരമുള്ളതാണ്. യിരെമ്യാ പ്രവാചകൻ വചനത്തോടെ എന്താണ് ചെയ്തത്? യിരെമ്യാ 15:16. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. വചനം ഭക്ഷിച്ചു, വചനം ധ്യാനിച്ചു. അപ്പോൾ ഹൃദയത്തിൽ നിരാശയില്ല, വ്യാകുലതയില്ല, ടെൻഷനില്ല. വചനം കണ്ടെത്തി ഭക്ഷിക്കുന്ന അവസ്ഥ, വചന ഹൃദയത്തിൽ വസിക്കുന്ന അവസ്ഥ. ആ ഹൃദയത്തിൽ അനാവശ്യമായി ഉത്കണ്ഠകളില്ല. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ഇയ്യോബ് എന്താണ് പറഞ്ഞത്? ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 21 തൊട്ട്. ഇയ്യോബ് 22-21 തൊട്ട്. ദൈവവുമായി രമ്യതയിലായി സമാധാനത്താൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. അവനോടിണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. വീണ്ടും ഇയ്യോബിന്റെ പുസ്തകം തന്നെ സജീവ വായിക്കാം. 23:12. ഇയ്യോബ് 23:12. ഞാൻ അവന്റെ അധരങ്ങളുടെ കൽപ്പന പിന്മാറിയിട്ടില്ല.
അവന്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. ഇയ്യോബ് 23:12. അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. അവിടുത്തെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു. അവിടുത്തെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു. വചനത്തിനായുള്ള ദാഹം, വചനം പഠിക്കാനും വായിക്കാനും ധ്യാനിക്കാനും താല്പര്യം. നാം ഈ തിരുവചനം ആർത്തിയോടെ വായിക്കുമ്പോൾ തന്നെ നാം അറിയാതെ ഈ വചനം നമ്മിൽ വസിച്ചുകൊള്ളും. പക്ഷേ ബൈബിളുമായി കാര്യമായി ബന്ധമില്ല എങ്കിലോ? എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന ശീലം ഇല്ലാത്തവർ ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുന്നുവെങ്കിൽ ഇന്നു മുതലെങ്കിലും എല്ലാ ദിവസവും ഈ വിശുദ്ധ ലിഖിതങ്ങൾ തിരുവഴുത്ത് വായിക്കുന്നൊരു ശീലം ഉണ്ടാക്കുക. സങ്കീർത്തനങ്ങൾ 1:1 തൊട്ട് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഇന്ന് പലരും ആഴ്ചയിൽ ഞായറാഴ്ച ഒരു ദിവസം ചർച്ചിൽ പോകുന്നു. അന്ന് പാസ്റ്റർ സങ്കീർത്തനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു. ആ പ്രസംഗത്തിലൂടെ അവർക്ക് അടുത്ത ആഴ്ചയ്ക്ക് ആവശ്യമായ വചനപ്രബോധനം ലഭിച്ചുവെന്നാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ പലരും വ്യക്തിപരമായി ഓരോ ദിവസവും ബൈബിൾ വായിച്ച് ധ്യാനിക്കുന്നില്ല. ഒരാഴ്ചയ്ക്ക് വേണ്ട മന്ന ഞങ്ങൾക്ക് ഇന്ന് പാസ്റ്റർ സങ്കീർത്തനം വായിച്ചപ്പോൾ കിട്ടി. സങ്കീർത്തനമാണല്ലോ പ്രധാനമായിട്ടും പഠിപ്പിക്കുക. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ 4 സുവിശേഷങ്ങൾ, ലേഖനങ്ങൾ, അപ്പസ്തോല പ്രവൃത്തികൾ, അതൊന്നും പലയിടങ്ങളിലും പഠിപ്പിക്കാറില്ല. പിന്നെ പഴയ നിയമത്തിലെ സങ്കീർത്തനമാണ് വർഷങ്ങളായി ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സങ്കീർത്തന പ്രബോധനം കേട്ടിട്ട് പലരും തൃപ്തി അടയുകയാണ്. ഒരാഴ്ചയ്ക്ക് വേണ്ട മന്ന ഇന്ന് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണ് ധരിക്കുന്നതെങ്കിൽ ഒരിക്കലും ക്രിസ്തുവിൻ്റെ വചനം സമൃദ്ധമായി വസിക്കില്ല. അല്പമായി വസിക്കും, പക്ഷേ സമൃദ്ധമായി വസിക്കില്ല. ഇവിടെ പൗലോസ് പറയുന്നത് വചനം നിങ്ങളിൽ അല്പമായി വസിച്ചോട്ടെ, അങ്ങനെയല്ല. നാം ധ്യാനിക്കുന്ന വാക്യം കൊളോസ്യ ലേഖനം 3:16. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് റിച്ച്ലി ഡ്വെൽ വിത്തിൻ യു. ഹൃദയത്തിൽ വചനം സമൃദ്ധമായി വസിക്കുന്ന അഥവാ സംഗ്രഹിച്ചിട്ടുള്ള ഒരു വിശ്വാസിയുടെ സംസാരം കേട്ടാൽ നമുക്കറിയാൻ പറ്റും. ചിലർ വാ തുറക്കുമ്പോൾ തുരുതുരാ വചനം വരും. അതെന്തുകൊണ്ടാണ്? അവരുടെ സാധാരണ സംഭാഷണത്തിൽ പോലും വചനം ഇടയ്ക്കിടയ്ക്ക് കയറിക്കൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ്? ഹൃദയം നിറഞ്ഞു കവിയുന്നത് അധരം സംസാരിക്കുന്നു. ആ വിശ്വാസികൾ അവരുടെ ഹൃദയത്തിൽ വചനം സമൃദ്ധമായി സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിൽ വചനം അല്പമായിട്ടല്ല, സമൃദ്ധമായി വസിക്കുന്നു. അതുകൊണ്ട് അവർ സംസാരിക്കുമ്പോൾ വചനം സമൃദ്ധമായി വഴിഞ്ഞൊഴുകുന്നു. എന്നാൽ ചില പ്രസംഗകർ ചിലപ്പോൾ അരമണിക്കൂർ പ്രസംഗിച്ചാലും വചനസംബന്ധമായി കാര്യമായിട്ടൊന്നും പറയാറില്ല. ലോകത്തിലെ മറ്റ് പല കാര്യങ്ങളും അവർ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണ്? ഹൃദയത്തിൽ വചനം ഐശ്വര്യമായി വസിച്ചാൽ മാത്രമേ നമ്മുടെ അധരം തുറക്കുമ്പോൾ വചനം പുറത്തേക്ക് വരികയുള്ളൂ. എന്താണോ നമ്മൾ ആദ്യം ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതാണ് പുറത്തേക്ക് വരുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് അധരം പ്രസ്താവിക്കുന്നത്. ഇന്നത്തെ വചനപ്രബോധനം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. എല്ലാവരും കൊളോസ്യ ലേഖനം 3:16 വാക്യം 2 തവണ വായിക്കാം. എല്ലാവരും സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. കൊളോസ്യ ലേഖനം 3:16 വാക്യം.
സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വീണ്ടും വായിക്കാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഇത്രത്തോളം നമുക്ക് ഈ ജീവന്റെ വചനം ധ്യാനിക്കുവാൻ കർത്താവ് ഒരു അവസരം തന്നു. സജീവ് ബ്രദർ പ്രാർത്ഥിച്ച് സെബാസ്റ്റ്യൻ ബ്രദർക്ക് ആശീർവാദം പറയും. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, വീണ്ടും ഈ നല്ല സമയത്ത് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾ കേൾപ്പിക്കുന്ന വചനങ്ങൾക്ക് അനുസരിച്ച് കർത്താവെ ഞങ്ങൾ ആത്മീയമായിട്ട് വളരുവാൻ തക്കവണ്ണം കർത്താവെ വചനം എടുത്തുകൊണ്ട് മനസ്സിലാക്കി ഗ്രഹിച്ച് കർത്താവെ അത് അനുവർത്തിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സമാധാനം മാറാകട്ടെ. കർത്താവെ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തോടെ എപ്പോൾ പടുത്തു വരുവാൻ ചക്കവണ്ണം ഞങ്ങളെ ഓരോ കർത്താവെ ഞങ്ങൾ കേൾക്കുന്ന വചനം മുമ്പായി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കേട്ട് ഞങ്ങളെ സ്വർഗത്തിൽ അനുഗ്രഹിച്ചതിനെ സമാനമാകത്തേക്ക് തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ആമേൻ. കർത്താവേ വരണമേ. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമോ. ആമേൻ.